ഹായ്. അപ്പം ഇന്നത്തെ നമ്മുടെ യാത്ര മൈസൂർ പാലസ് കാണാനായിരുന്നു കേട്ടോ. അപ്പം ഇതോടുകൂടി നമ്മുടെ മൈസൂർ യാത്രയിലെ അവസാന സന്ദർശന സ്ഥലമാണ് കേട്ടോ. അവസാന സന്ദർശന സ്ഥലം എന്നല്ല, സോറി കേട്ടോ. ഇനി നമ്മളൊരു പള്ളിയിലും കൂടെ കയറുന്നുണ്ട്. അത് നമ്മളെ ഈ യാത്ര നല്ല മനോഹരമാക്കി, വിഘ്നങ്ങളും കാര്യങ്ങളും ഒന്നും അപകടങ്ങളും ഒന്നും ഉണ്ടാകാതെ കാത്തു പരിപാലിച്ചതിന് നമ്മൾ മൈസൂരിൽ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. പിന്നെ നമ്മുടെ തുടർന്ന് അങ്ങോട്ടുള്ള യാത്രകളും ഭംഗിയാക്കി തരാനും ആപത്തുകളൊന്നും ഉണ്ടാകാതിരിക്കാനും അവിടെ കയറി കർത്താവിനോടും മാതാവിനോടും എല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് നമ്മൾ മൈസൂർ വിട്ടത് കേട്ടോ. അപ്പം നമ്മൾ മൈസൂരിൽ പാലസ് കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. 10 മണിയായപ്പോഴാണ് അത് ഓപ്പൺ ആവുന്നത്. അപ്പം നമ്മൾ മൈസൂർ പാലസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. 5 നൂറ്റാണ്ടുകൾ കൊണ്ട് നിർമ്മിച്ചതും പുതുക്കി പണിതതുമായ മൈസൂർ കൊട്ടാരം പഴയ മൈസൂർ രാജ്യത്തിലെ വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലുതും ജനപ്രിയയുമായ പൊതു ആകർഷണങ്ങളിൽ ഒന്നാണിത്. അതിൻ്റെ സംഭവബഹുലവുമായ ചരിത്രം കർണാടകത്തിലെ കൊട്ടാരങ്ങളുടെയും പട്ടിൻ്റെയും ചന്ദനത്തിൻ്റെയും പൈതൃക നഗരമായ ഈ കൊട്ടാരത്തിൽ സൗന്ദര്യത്തിനും പ്രൗഢിക്കും വേറിട്ട് നിൽക്കുന്ന ഒരു കൊട്ടാരമുണ്ടെങ്കിൽ അത് അംബാവിലാസ് കൊട്ടാരമാണ്. മൈസൂർ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഇതിനെ ഇംഗ്ലണ്ടിലെ ബക്കിംഗ്ഹാം കൊട്ടാരവുമായി പലപ്പോഴും താരതമ്യം ചെയ്തിട്ടുണ്ട്. 1399 മുതൽ 1950 വരെ മൈസൂർ ഭരിച്ചിരുന്ന വാഡിയാർ രാജവംശത്തിൻ്റെ അധിപയായ ചാമുണ്ടേശ്വരി ദേവിയുടെ ഭവനമായ മൈസൂർ കൊട്ടാരം ചരിത്രപരമായ കലാസൃഷ്ടികളുടെ ഒരു നിധിശേഖരമാണ്. കൂടാതെ പ്രതിവർഷം ഏകദേശം 3.5 ലക്ഷം സന്ദർശകരെ ആകർഷിക്കുന്നു. 5 നൂറ്റാണ്ടുകളുടെ ഭാഗങ്ങളായി നിർമ്മിച്ചത് 1940കളുടെ അവസാനം വരെ അവസാന മാറ്റങ്ങളോടെ മൈസൂർ കൊട്ടാരം പഴയ മൈസൂർ രാജ്യത്തിൻ്റെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിൻ്റെ ഒരു ക്ലാസിക് ഉൽപ്പന്നമാണ്. അതിൽ ഒരു കാലത്ത് കർണാടക മാത്രമല്ല, ആധുനിക തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു. അതിൻ്റെ ഭാഗ്യവും അതിൻ്റെ പ്രധാന ഭരണാധികാരികളായ വാഡിയാറുകളുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ വാഡിയാർ രാജാവായ യദുരയ്യ 14-ാം നൂറ്റാണ്ടിൽ കൊട്ടാരം നിർമ്മിക്കാൻ തുടങ്ങി. മൈസൂർ അന്ന് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഒരു സമാന്ത സംസ്ഥാനമായിരുന്നതിനാൽ ഇതൊരു ചെറിയ കാര്യമായിരുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സംസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായതിനു ശേഷം യദുരയ്യ വോഡയാർ എന്ന പേര് സ്വീകരിച്ചു. അത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ സംസ്ഥാനം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിലായതിനു ശേഷം വാഡിയാറായി രൂപാന്തരപ്പെട്ടു. CE 1574 ചാമരാജ വോഡയാർ 4-മൻ ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തിയാക്കി. ശ്രീമൻ മഹാരാജാവിൻ്റെ വംശാവലി അനുസരിച്ച് കൊട്ടാരം ഇടിമിന്നലിൽ നശിപ്പിക്കപ്പെടുകയും കാന്തിരവ നരസരാജ വോഡയാർ പുനർനിർമ്മിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മൈസൂർ ഒരു സ്വതന്ത്ര സംസ്ഥാനമായി മാറുക മാത്രമല്ല, ആധുനികവും ലിബറൽ സാംസ്കാരികവുമായ ഒരു സമൂഹമുള്ള ഏറ്റവും വലുതും വ്യവസായീകരിക്കപ്പെട്ടതുമായ ഒന്നായിരുന്നു. 1797 ടിപ്പു സുൽത്താൻ കൊട്ടാരം പുനർനിർമ്മിച്ചപ്പോൾ കൊട്ടാരം അപ്പോഴും പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു. തൻ്റെ പുതിയ സംസ്ഥാനമായ നസറാബാദിന് ഇടം നൽകുന്നതിനായി അദ്ദേഹം കൊട്ടാരത്തിൻ്റെ മതിലുകൾക്കുള്ളിലെ ഭാഗങ്ങൾ നശിപ്പിച്ചു. എന്നിരുന്നാലും സമുച്ചയത്തിലെ ക്ഷേത്രങ്ങൾ സ്പർശിക്കപ്പെടാതെ കിടന്നു. പുതിയ ഘടനകൾ നിർമ്മിക്കപ്പെട്ടു. മൈസൂർ കൊട്ടാരം നസറാബാദ് നഗരവുമായി. എന്നാൽ അതും അധിക നാൾ നീണ്ടുനിന്നില്ല. ആധുനിക കൊട്ടാരത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച മറ്റൊരു അവിശ്വസനീയമായ അപകടമായിരുന്നു അത്. 1799 മെയ് മാസത്തിലെ ബ്രിട്ടീഷുകാരുടെ കൈപ്പടയാൽ ടിപ്പു പരാജയപ്പെട്ട് മരിച്ചതിന് ശേഷം വളരെ ക്ഷയിച്ചുപോയ മൈസൂർ നാട്ടുരാജ്യത്തിൻ്റെ തലവനായി കൃഷ്ണരാജ വാഡിയാർ 3-മൻ അവരോധിക്കപ്പെട്ടു.
അദ്ദേഹത്തിൻ്റെ ആദ്യ ദൗത്യം കൊട്ടാരം പുനരുജ്ജീവിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ 1897 രാജകുമാരി ജയലക്ഷ്മി മണിയുടെ വിവാഹത്തിനിടെ തിടുക്കത്തിൽ നിർമ്മിച്ച തടിക്കൊട്ടാരം തീപിടുത്തത്തിൽ നശിച്ചു. പുതിയ കൊട്ടാരം പണിയാനുള്ള ചുമതല രാജ്ഞി റീജന്റ് പ്രശസ്ത ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി ഇർവിനെ ഏൽപ്പിച്ചു. പുനർനിർമ്മാണത്തിന് ഏകദേശം 42 ലക്ഷം രൂപ ചിലവായി. 1912 പൂർത്തിയായ മൈസൂരിലെ 25ാമത്തെയും അവസാനത്തെയും രാജാവായ ജയചാമരാജേന്ദ്ര വാഡിയാർ 1940 അതിൻ്റെ പരിധികൾ വീണ്ടും വികസിപ്പിച്ചു. ഇന്ന് നിലനിൽക്കുന്ന ഈ പുനർനിർമ്മാണം ഇന്തോ സാരസനിക് ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇരുണ്ട പിങ്ക് നിറത്തിലുള്ള താഴികക്കുടങ്ങൾ, ഗോപുരങ്ങൾ, കമാനങ്ങൾ എന്നിവയുമുണ്ട്. ഭാഗ്യവശാൽ കല്ലും മാർബിളും ഉപയോഗിച്ചായിരിക്കുന്നു നിരവധി നവീകരണങ്ങൾ കാരണം ചാരനിറത്തിലുള്ള ഗ്രാനൈറ്റിൻ്റെ 3 നില ഘടന ഇപ്പോൾ ഇസ്ലാമിക ഗോതിക് രജപുത്ര ശൈലിയിലുള്ളതാണ്. വാസ്തുവിദ്യയുടെ മിശ്രിതമാണ്. സ്വർണം പൂശിയ കുടമുള്ള 145 അടി ഉയരമുള്ള 5 നില ഗോപുരം, 2 ദർബാർ ഹാളുകൾ, രാജകുടുംബത്തിൻ്റെ താമസ സ്ഥലം എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. അലങ്കരിച്ച മഹാഗണി കവാടങ്ങൾ, നിരവധി മുറ്റങ്ങൾ, മനോഹരമായ ജ്യോതിയുമായ രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങൾ എന്നിവ ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ഗജലക്ഷ്മിയുടെ അതിമനോഹരമായ ഒരു ശില്പം മധ്യകമാനത്തിന് മുകളിലായാണ്. വാഡിയാർ രാജവംശം കലകളുടെയും പ്രത്യേകിച്ച് സാഹിത്യത്തിൻ്റെയും ഫൈൻ ആർട്ടുകളുടെയും മികച്ച രക്ഷാധികാരിയായിരുന്നു. കൂടാതെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച കരകൗശല വിദഗ്ധരിൽ ചിലർ കൊട്ടാരത്തിൽ പ്രവർത്തിച്ചിരുന്നു. മേൽക്കൂരയും കൊത്തുപണികളുമുള്ള തൂണുകളുമുള്ള ദർബാർ ഹാൾ, കല്യാണ മണ്ഡപം, സ്ലെയിൻസ് ഗ്ലാസ് ജനലുകൾ, പുഷ്പമണ്ഡപങ്ങൾ, കൊട്ടാരത്തെ അലങ്കരിക്കുന്ന മനോഹരമായ ചിത്രങ്ങൾ എന്നിവ കാണാൻ ഒരു കാഴ്ചയാണ്. ആയിരക്കണക്കിന് സന്ദർശകരെ പതിവായി ആകർഷിക്കുന്ന ഒരു മ്യൂസിയവും പരിസരത്തുണ്ട്. ടിപ്പു സുൽത്താൻ കൊട്ടാരത്തിൽ താമസിച്ചിരുന്നെങ്കിലും അദ്ദേഹം വാൾ മ്യൂസിയത്തിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളും വെള്ളി വാതിലുകൾ, രത്നങ്ങൾ പതിച്ച രാജകീയ സിംഹാസനം ഒരിക്കൽ പാണ്ഡവരുടേതായിരുന്നു എന്ന് പറയപ്പെടുന്നു. എവിടെയെങ്കിലും പോകണമെന്ന് നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും കേട്ടോ. ആ ഒരു യാത്ര നടക്കുമോ, ആ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു, എനിക്ക് പോകാൻ പറ്റത്തില്ല, പിന്നെ ഇങ്ങനെ ടെൻഷനായിരിക്കും കേട്ടോ. അതേസമയം ഇന്നങ്ങ് തീരുമാനിക്കുകയാണ് നമുക്ക് വൈകിട്ട് അങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കും കേട്ടോ. അതുകൊണ്ട് ഇപ്പം മുന്നേ ഞാൻ ഒരു തീരുമാനങ്ങളും എടുക്കത്തില്ല, പിന്നെ അതുപോലൊക്കെ തന്നെ ആരോടും പറയാറുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്. ഞാൻ ഇന്നിടത്ത് പോകും, ഇന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കാനേ പോകുന്നില്ല. കാരണം പിന്നെ നമ്മൾ അയ്യോ പറഞ്ഞവരോട് നമ്മളോട് ചോദിക്കത്തില്ലേ, ആഹാ ഇന്നിടത്ത് പോവാന്ന് പറഞ്ഞിട്ട് പറ്റിയില്ലല്ലോ, അപ്പം പിന്നെ നമ്മൾ അവരോട് മറുപടി പറയാൻ പോകണം ഇന്ന കാരണം കൊണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും ആരോടും പറയാറില്ല കേട്ടോ. പറയാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇപ്പോൾ 2-3-4 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മുൻകൂട്ടി ഇന്ന യാത്ര തീരുമാനിച്ചിട്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട് അത് ഒഴിഞ്ഞു മാറിപ്പോയിട്ടുണ്ട്. കാരണം ഞാനാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിലിരിക്കത്തില്ല കേട്ടോ. അതൊരു 10 പേരോട് ഞാൻ ഇന്നിടത്ത് പോവുക, നമ്മളോട് അടുത്ത് തന്നെ സഹകരിക്കുന്ന ഒരു 10 പേരോടെങ്കിലും പറയും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സമയമായി കഴിയുമ്പം പോകാൻ പറ്റാതെ വരുമ്പോൾ അവർ അയ്യോ പോയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കതൊരു ഭയങ്കര വിഷമമല്ലേ. അപ്പം അതുകൊണ്ട് പിന്നെ ഇവിടെ ആണെങ്കിലും സഹിച്ചാണെങ്കിലും എടി ഇന്നിടത്ത് പോകുന്നുണ്ടോ, ഞാൻ പറഞ്ഞ നമുക്ക് സമയമാകുമ്പം പോകാൻ പറ്റുവാണെങ്കിൽ പോകാൻ നമുക്ക് ശ്രമിക്കാം, പക്ഷേ ആ സമയമാകുമ്പം നമ്മൾ പോകാൻ പറ്റും, ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്ക് പോകാം എന്ന് പറയും കേട്ടോ. കാരണം മുന്നേ ഞാനൊരു തീരുമാനവും ഇനി എടുക്കത്തില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ യാത്രയെല്ലാം നല്ല അടിപൊളി ഭംഗിയാക്കി തന്നതിന് നമ്മൾ മൈസൂർ ഒരു പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട്. കാരണം നമ്മുടെ യാത്രകളെല്ലാം ഈ മൈസൂരിൽ നിന്ന് ഇനി നമ്മൾ കേരളത്തിലേക്കുള്ള യാത്രയാണ്, നമ്മുടെ സ്വന്തം നാട്ടിലേക്ക്. അപ്പം അതുകൊണ്ട് നമ്മൾ
അടിപൊളിയായിട്ട് എല്ലാം നടത്തി തന്ന സർവേശ്വരനോട് പ്രാർത്ഥിക്കണ്ടായോ. അപ്പം അതിനു വേണ്ടി നമ്മൾ പള്ളിയിൽ കയറിയിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കർത്താവിനോട് എല്ലാം ഭംഗിയാക്കി തന്നതിന് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മാതാവ്, എനിക്ക് ഭയങ്കര വിശ്വാസമുള്ള ഒരാളാണ് മാതാവ് കേട്ടോ. അപ്പം മാതാവിനോട് നന്ദി പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം ഭവനങ്ങളിലേക്ക് തിരിക്കുകയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ വൈകിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ബൈ.